بسم الله الرحمن الرحيم. الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ ഫാത്തിഹ 7 ആയത്താണെന്ന് പറഞ്ഞു. അത് എവിടെ വഖഫ് എന്നുള്ളത് ഓർമ്മിക്കാം. എങ്ങനെ 7 ആയത്ത് എന്നുള്ളത് നിങ്ങളോട് കൂടെ ആണെന്ന് പറഞ്ഞാലുണ്ട്, അല്ല എന്ന് പറഞ്ഞാലുണ്ട്. അല്ല എന്ന് പറയുമ്പോൾ അവിടെ അൽഹംദുലില്ലാഹ് അവിടെ നിന്നാണ് ഫാത്തിഹ ആയത്ത് തുടങ്ങുന്നത്. ബിസ്മി ഫാത്തിഹയിൽ പെടൂല. ഫാത്തിഹ എല്ലാ ഫാത്തിഹയിൽ ബിസ്മി പെടൂല, അതിന്റെ പുറത്തുള്ളതാണ് അവരുടെ അഭിപ്രായം. അപ്പോ അൻഅംത അലൈഹിന്റെ അവിടെ വഖഫാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കണം. പിന്നെ മസാനിയ എന്ന് പറയുന്നതിന്റെ 2 കാരണം നിസ്കാരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ്. എല്ലാം എന്താണ് ഇറക്കത്തിൽ ആവർത്തിച്ചു എന്ന് പറഞ്ഞു. മക്കിയാണ് എന്നതിൽ ഖിലാഫില്ല. അപ്പൊ മക്കിയാണ് എന്നതിൽ ഖിലാഫില്ല. അതിന്റെ തെളിവ് എന്താണെന്ന് വെച്ചാല് ആതൈനാക സബഅൻ മിനൽ മസാനി എന്നത് എവിടെയാണ്? ഹിജ്ർ മക്കിയാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പിന്നെ സബഉൽ മസാനി അതിന്റെ മുന്നേ വരണ്ടേ? നിനക്ക് സബുൽ മത്താനി തന്നു എന്നല്ലേ പറയുന്നത്. സബുൽ മത്താനി എന്തിനു മുമ്പ് വന്നിട്ടുണ്ടാവും? അതിന് മുമ്പ് വന്നിട്ടുണ്ടാവുമല്ല. മദീനയിൽ 2ാമത് ഇറങ്ങിയിരിക്കണമെന്നാണ് മദനിയുമാണ് എന്ന് പറയുന്നവര് പറയുന്നത്. മനസ്സിലായ? അപ്പൊ 2 വട്ടം ആവർത്തിച്ചിക്കണ്. അത് മദനീയ ആണ് എന്ന് സ്ഥിരപ്പെട്ടാൽ മാത്രമേ മസാനിക്ക് ഇൻസാലിലെ തുസന്നയായതുകൊണ്ടാണ് എന്ന ഇത് മസാനി എന്ന് പറയാനുള്ള ഇല്ലത്ത്, ആ ഇല്ലത്ത് വ്യക്തം കഴിയുള്ളൂ. മദീനയിൽ ഇറങ്ങിക്കണ് എന്നുള്ളത് സ്വഹീഹ് ആയാൽ മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഭക്ഷണം എത്തോ? ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ല, എപ്പോ എത്തുന്നു? അവിടെ ഹാഷിമ് വെക്കില്ല. ഹാഷിമിനോടൊന്ന് പറഞ്ഞാൽ എവിടെ താത്താനോടുണ്ടെങ്കിൽ വെച്ചേക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിനൽ ഫാത്തിഹത്തി അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത് ഫാത്തിഹയിൽ പെട്ടതാണ്. അത് എന്തിൽ? മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ പെട്ടതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിനോട് യോജിച്ച മക്കയിലെ ഖുറാഅുകളും കൂഫയിലെ ഖുറാഅുകളൊക്കെ അത് ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. കിതാബ് വാങ്ങി വന്നിട്ടുള്ളൂ. ആരാണ്ടാണല്ലേ? അത് ആരാൻ്റെതാ? വമിൻകുല്ലി സൂറത്തിൽ നിന്നുണ്ടോ? കിതാബിലുണ്ടോ? ഇല്ലല്ല. അല്ല, മത്തനിൽ ഇല്ലല്ല. ഇതില് കാണുന്നുണ്ട്. ഇനി ഉണ്ടായിട്ടൊരു കുഴപ്പമില്ല. എല്ലാ സൂറത്തിലും പെട്ടതാണ്. എന്ത്? എല്ലാ സൂറത്തിലും പെട്ടതാണ്. അപ്പൊ ബിസ്മി സൂറത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ചിലരറിഞ്ഞ് സൂറത്തിന്റെ ഭാഗമല്ല, അത് മുന്നിൽ കൊടുക്കുന്ന ഒരു തുടങ്ങാനുള്ള ഒരു വചനാണ്. വഅലൈഹി ഫാത്തിഹയിൽ പെട്ടതാണ്. അതിലിപ്പോ അതേ ഉണ്ടാവുള്ളൂ. ഫാത്തിഹയിൽ പെട്ടതാണ് എന്നതാണ് ഖുറാഉ മക്കത്ത, മക്കയിലെ ഖുറാഉകൾ. വൽ കൂഫത്തി, കൂഫക്കാരും കൂഫയിലെ ഖുറാഉകൾ. കൂഫ പറഞ്ഞാല് ബസറ, കൂഫ, ബഗ്ദാദാണ്. മക്കത്ത എന്നുള്ളത് ഗൈറു മുൻസരിഫ. വഅലൈഹി ഖബറാണ്, ഖുറാഉ മുബ്തദാണ്, മക്കത്ത മുദാഫിലയാണ്. അത് ഗൈറു മുൻസരിഫാണ്. കാരണം എന്താ? 2 കാരണമാണ്. എന്തൊക്കെ? എന്താണ്? അലമാണ്,
മുഅന്നസുമാണ്. എന്താണ്? അലമുമാണ്, മുഅന്നസുമാണ്. നാടിന്റെ പേര് എല്ലാം മുഅന്നസാണെന്ന് വെക്കാം. അത് തൈനീസിന്റെ താ ഉണ്ടായാൽ മാത്രമല്ല, ബുക്കഅത്ത് എന്ന അർത്ഥമാണല്ലോ എന്ന് പരിഗണിച്ചുകൊണ്ട്, ബുക്കഅത്ത് എന്ന ആ പദം മുഅന്നസാണല്ല, മൗദിഇ എന്ന അർത്ഥാണ് എന്ന് പരിഗണിക്കുമ്പോ മുദക്കർ ആകും. താ ഇല്ലാത്തവർത്താ ഞാൻ പറയുന്നു. താ ഉണ്ടായ ഏതായാലും മുഅന്നസ് തന്നെ. താ മക്കത്ത് താ ഉണ്ട്. താ ഇല്ലെങ്കിൽ തന്നെ മുഅന്നസായിട്ടാണ് അത് വരുന്നത്. മുഅന്നസ് ആക്കലപ്പോൾ മുദക്കത്ത് എന്ന പരിഗണന കൊടുക്കുമ്പോ, മൗദിഇ എന്ന പരിഗണന കൊടുക്കുമ്പോ മുദക്കറനാവും. അപ്പൊ ചിലപ്പോ ഒരു മുൻസരിഫ് ആവണമെന്നില്ല. അലമാണ് എന്നുള്ളത് ഓക്കെയാണ്, നാടിന്റെ അലമല്ല. അപ്പൊ അലമും തൈനീസും കൂടി വെച്ചിട്ടാണ് അധിക നാടുകളുടെ പേരുകളും ഒരു മുൻസരിഫായിട്ടാണ് ഉപയോഗിക്കല്. മനസ്സിലായ? കല്ലായ എന്ന് പറയേണ്ടി വരും. ഈ കല്ലായ കല്ലായി എന്നുള്ളത് കല്ലായ എന്ന് പറയാം. അത് പിന്നെ കസനൽ അഭിനയാണെന്നിട്ട് വാദിക്കേണ്ടി വരും. പിന്നെ ബി മക്കത്ത വൽ കൂഫ താന്ന് പറഞ്ഞില്ല, അതും നാടിന്റെ പേരാള. അത് അലിഫ്ലാം ഉള്ളതുകൊണ്ടേ. അതൊരു ചോദ്യം. വെളിമുക്കിലൊരു കൂഫുണ്ട്. ചോദ്യം നല്ലൊരു ചോദ്യമാണ്. നമുക്കൊന്നും പറയുന്നില്ല, നമുക്ക് വേറെ പരിശോധിച്ചു ചർച്ച ചെയ്തു. പിന്നെ ഖുറാഉകൾ മക്കയിലും കൂഫയിലും ഖുറാഉകൾ അതിന്റെ മേലാണ്. അവർ ആ നാട്ടിൽ രണ്ടിലെയും ഫഖീഹന്മാരും, ഖാരിഈങ്ങൾ മാത്രമല്ല മുജ്തഹിദുകളായ ഇമാമുമാരും എവിടെയുള്ള മക്കയിലും കൂഫയിലുള്ള ഫുഖഹാഉഹുമ, ഖുറാഉ ഫുഖഹാഉ. വബ്നുൽ മുബാറക്, പിന്നെ ഇബ്നുൽ മുബാറക് മോലേരും അങ്ങനെ തന്നെ പറയുന്നത് റഹിമഹുല്ല. വശാഫിഈയു, ഷാഫി ഇമാമു അതിന്റെ മേലാണ്. അലൈഹി ഷാഫിഈയു. വഖാലഫഹു, ഇവർക്ക് എതിരായിട്ടുണ്ട് ഖുറാഉൽ മദീനത്തി, അലിഫ്ലാമുണ്ട്, മദീനയിലെ ഖുറാവും ബസറയിലെ കൂഫന്റെ അടുത്താണ് ഷാമിലെ ഖുറാഉകളും. ഈ മൂന്നെണ്ണത്തിലെ ഫഖഹാവും. എന്താ ഫഖഹാ ഉന്ന എന്ന് പറയാനുള്ള വകുപ്പുണ്ട്. പക്ഷെ മുഅന്നസ് ജമു മുഅന്നസുകള് ബഹുവചന ആയ മുഅന്നസ് എന്തായിട്ട് ഒറ്റപ്പദായിട്ടാണ്ട് ജമാഅത്ത് എന്നുള്ള അർത്ഥം വെക്ക. എന്താ എന്ന് പറയാ. കൊറേ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളിലേക്ക് എന്താ കഹ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ മാലിക് ഇമാമും എതിരായിട്ടുണ്ട്. ഖാലഫന്റെ ഔസാഇ ഇമാമും എതിരായിട്ടുണ്ട്. മനസ്സിലായ? വലം യനുസ്സ അബു, അപ്പം രണ്ട് മദ്ഹബ് പറഞ്ഞു, ഷാഫി മദ്ഹബും മാലിക് മദ്ഹബും പറഞ്ഞു. വലം യനുസ്സ അബു ഹനീഫ, അബു ഹനീഫ ഇമാമെ നസ്സാക്കിയിട്ടില്ല റഹിമഹുല്ലാഹു തആല ഫീ, ആ വിഷയത്തിൽ ബിശൈഇൻ, ഒരു വസ്തു. അപ്പോൾ ഭാവിക്കപ്പെട്ടു അന്നഹാ ലൈസത്ത് മിന സൂറത്തി ഇൻദഹു, അന്നഹ ഈ ബിസ്മി ലൈസത്ത് അതല്ല, സൂറത്തിൽ പെട്ടതെല്ലാം ഇൻദഹു അബു ഹനീഫ എന്ന് ഭാവിക്കപ്പെട്ടു, എന്ന് ഭാവിക്കപ്പെട്ടു. നംല് സൂറത്തിൽ ബസ്മല സൂറത്ത് പെട്ടത് തന്നെ കേട്ടാ. ഇവരൊക്കെ പറയുന്നത് ഖുർആനിലെ പെട്ടതല്ല ബിസ്മീന. ഇപ്പൊ മുഖാലിഫീങ്ങളൊക്കെ പറയുന്നത് ഫാത്തിഹിലും പെട്ടതല്ല, ഖുർആനിൽ മൊത്തത്തിൽ പെട്ടതല്ല. നംല് കഴിക്കാറോ
നംലിൽ ഇത്തിഫാക്കുണ്ടോ? നംലിന്റെ ഇടയിലുള്ള സുലൈമാൻ നബി കത്തെഴുതിയപ്പോഴുള്ള മാലിക് ഇമാമിനെ തൊട്ട് റിപ്പോർട്ടുണ്ട്, പതുക്കെ ഉറക്കി നിസ്കാരത്തിൽ ഓതാല് പാടില്ല. ഷാഫി ഇമാമും ഇപ്പൊ കൂടെയുള്ളവരും ഖുർആനിൽ പെട്ടതാണ്, സൂറത്തിലും പെട്ടതാണ് എന്നാ പറയുന്നത്. കുറെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഖുറാഉൽ മദീനയും കുറച്ചാൾക്കാരും ഖുർആനിൽ പെട്ടതാണ് എന്ന്. ഖുറാഉൽ മദീന ഇപ്പൊ നമ്മളെ ഭാഗത്താ അല്ല, മുഖാലിഫാണ്. ഫാത്തിഹ പെട്ടതല്ല എന്നാ പറയുന്നത്. പിന്നെ അടുത്തത് അപ്പൊ അബൂ ഹനീഫ ഇമാം ഒന്നും പറയാതെ പോയി, എന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പൊ ചിലോര് വിചാരിച്ച് ഫാത്തിഹ പെട്ടതല്ല. ചിലയിടത്ത് മൗനം ആണ് ഭൂഷണമെന്നില്ല. ആ ഭാവിച്ചത് ശരിയാണോ എന്നാണ്, ശരിയല്ല എന്ന് മനസ്സിലാവുന്നത്. വസുഇല മുഹമ്മദ് ഇബ്നു അൽ ഹസൻ, മുഹമ്മദ് ഇബ്നു ഹസൻ എന്നവരോട് ചോദിക്കപ്പെട്ട അബൂ ഹനീഫാമിന്റെ ശിഷ്യനാണ്. അബൂ ഹനീഫാമിന്റെ ആളാണ്. മൂപ്പരോട് ചോദിച്ചപ്പോ മൂല്യര് പറഞ്ഞിട്ട് ഞങ്ങൾ ശിഷ്യനോട് ചോദിച്ചല്ല. ഫഖാല, മൂപ്പര് പറഞ്ഞത് മാ ബൈന ദഫത്തൈനി കലാമുല്ലാഹ്, രണ്ട് ചട്ടക്കുള്ളിലൊക്കെ ഉള്ള അല്ലാഹുവിന്റെ കലാമാണ്. അപ്പൊ അതിന്റെ ലാഹിർ എന്താണ്? പെട്ടതാണ്, പെട്ടതാക്കാണ് എന്നാണ് അതിന്റെ ലാഹിർ. തൻസീസ് അലാ അന്ന തസ്മിയത, തൻസീസ് അലാ അന്ന തസ്മിയത മിനൽ ഖുർആൻ, ഖുർആന് പെട്ടതാണ് എന്ന് വരും. മുഹമ്മദ് ഇബ്നു ഹസൻ എന്നവരുടെ കൗലിന്ന് എന്ത് പെട്ടതാന്ന് വരും? ഖുർആന് പെട്ടതാന്ന് വരും. എന്ത് സൂറത്തിന്റെ ഭാഗാണെന്ന് വരില്ല. എന്താ വരുള്ളൂ? സൂറത്തിന്റെ ഭാഗാണെന്ന് വരില്ല. ഖുർആൻ എന്ന് പറയാൻ പറ്റുന്നേ വരുള്ളൂ. ഖുർആനിൽ പെട്ടതായിട്ട് ഫസ്ലിന് വേണ്ടി കൊണ്ടുവന്നതാണ്. എന്ത്? ഖുർആനിൽ പെട്ടതാണ്. അത് എന്ത്? സൂറത്തിന്റെ ഭാഗമല്ല, ഫസ്ലിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നതാണ്. മൂപ്പര് ശബ്ദിക്കൂല, പതുക്കെ ഓതുള്ളൂ, പതുക്കെ ഓതുള്ളൂ. മനസ്സിലായോ? പതുക്കെ ഓതുള്ളൂ. വഹാബികളെ ഓർക്ക് ഓതല് കാണുന്നില്ല എന്നല്ല, ഓലെ ഓതലന്നെ ഇല്ല എന്നാണ് കേട്ടത്. അല്ല, അറബികളെ ഹനഫി മദ്ഹബാണെങ്കില് പതുക്കെ ഓതും, ഓതും, പതുക്കെ ഓതും. ഫസലിന് വേണ്ടി ഓതാന്നുള്ളതാണല്ലോ ഇപ്പൊ മുഹമ്മദ് ഇബ്നു ഹനഫി അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബാണല്ലോ ഇപ്പൊ മുപ്പരെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞല്ല, അല്ലേ? പതുക്കെ ഓതില്ലേ? ഓതൂല എന്നാ പറഞ്ഞേ. പതുക്കെ ഓതണില്ല. ഏതായാലും സുന്നത്തുണ്ടാവാം. എന്തേ? ഓതാത്താല് തുടരും വേണ്ട നമ്മള്. കാരണം നമുക്ക് പോലെ എന്ത് ഓതണില്ല, ഫാത്തിഹാന്റെ ഒരു ഭാഗം ഓതാത്ത ഇമാമിനെ തുടർന്നാല് ഫാത്തിഹന്റെ അക്ഷരം തന്നെ തെറ്റിയാലും ഓനെ വിട്ടുപിരിയണം എന്നാണ് നിയമം. മഗ്ദൂബി അലൈഹിന്റെ മീമെന്നോ കക്കണോനെ
വിട്ടുപിരിഞ്ഞാണ്ട് ഒറ്റ നിസ്കരിക്കണം. നിസ്കാരം തന്നെ ചെയ്യാവില്ല മാമൂമില്ല. അങ്ങനത്തെ അനഫിയാണെങ്കിൽ തുടരാനേ പാടില്ല. പിന്നെ വലന നമുക്കുണ്ട് അഹാദീസ് കസീറത്തുൻ ധാരാളം. നമ്മളെ തെളിവ് പറഞ്ഞാ നമുക്കുണ്ടായിരുന്ന ആരെ തെളിവ്? അങ്ങനല്ല അതിലുള്ളത്. നമുക്കുണ്ട് എന്ന് പറഞ്ഞ ഷാഫിയ്യത്തിനുണ്ട് അഹാദീസ് കസീറത്തുൻ ധാരാളം ഹദീസുകളുണ്ട്. മിൻഹ അതിൽപ്പെട്ടതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ പറഞ്ഞു ഫാത്തിഹത്തുൽ കിതാബി സബു ആയാത്തിൻ ആയത്താണ് ഊലാഹുന്ന അവയിൽ ഊല ആയത്ത് മുഅന്നസല്ലേ. അവ്വല പറഞ്ഞ മുദക്കറായ ഒന്നാമത്തത് എന്നുള്ള അർത്ഥമാണ്. അവ്വല് വൽ മുഅന്നസു ഊല അഫ്ളൽ വൽ മുഅന്നസു ഊല. മനസ്സിലായ? ഊലാഹുന്ന ആ 7 ആദ്യത്തവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 7 ആയത്തിൽ ഒന്ന് ഒരു ആയത്താണെന്ന് വ്യക്തമാണല്ല. ആയത്തും തമ്മത്താണെന്ന് വന്ന് അത് തന്നെയാണ് ആയത്ത്. അല്ലാതെ അൽഹംദുലില്ലാഹ് കൂട്ടിക്കാണ്ടല്ല. ചിലർ അങ്ങനെ പറഞ്ഞോലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ പെട്ടതാണെന്ന് പറഞ്ഞോൽ തന്നെ 2 ഖിലാഫുണ്ട്. ഈ ഹദീസ് എന്ന് പറയുന്നത് ഊല ആയത്തും തമ്മ ഒന്നാണ്. മനസ്സിലായ? മിൻഹ നമ്മളെ തെളിവ് ഹദീസുകളിൽ പെട്ടതാണ് ഒന്നാകുന്നത്. ലന അഹാദീസു കസീറത്തുൻ അഹാദീസൊന്നും വായിച്ചില്ല. മഫായില് വസനാണ്. അപ്പൊ ദമ്മത്ത് കൊണ്ട് റഫ് തൻവീനില്ലാത്ത ദമ്മാണ് ചെയ്യല്. വൈറു മുൻസരിഫിന്റെ പ്രത്യേകതയാണ് തൻവീൻ കളയാന്നുള്ളത്. മഫായില് വസന കസീറത്തുന്റെ അവിടെ തൻവീൻ കൊടുക്കും. കസിഫത്ത പിന്നെ മനസ്സിലാകേണ്ടത് മിൻഹ നമ്മളെ ഹദീസിൽ പെട്ടതാണ് ഒന്നാവുന്നത്. ഉമ്മി സലമത്ത ആ മാമ കത്ഫ് അത് ഈ തെളിവുകൾ രണ്ടാം തെളിവ് പറയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹായുടെ വാക്ക് അതും നമുക്ക് അതിൽപ്പെട്ടതാണ്. എന്താണ്? ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹത നബി തങ്ങൾ ഫാത്തിഹ ഓതി വഅദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആയത്തൻ. അങ്ങനല്ലേ? അങ്ങനെ ഉണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉണ്ടാ ഇവിടെ? അങ്ങനല്ലേ ഉള്ളൂ? ഇതിലാ ഉണ്ടാ? ഞാൻ വായിച്ചിട്ടുണ്ടോന്ന് വെച്ചപ്പോ ആദ്യം ഉണ്ട് പറഞ്ഞു, ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. ഇതിലുണ്ടാന്ന് ചോദിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എഴുതണം. അവിടെ സൈഡിലുണ്ടാ? എഴുതിയിട്ടില്ല. ചിലതില് ചില ഷറഹ് എഴുതിയ കിതാബുണ്ട്. ഇതിനെക്കാട്ടിയും നമ്മളെ ഉസ്താദ്മാരെ ഷറഹ് എഴുതിയ അതില് ബിസ്മി അൽഹംദുലില്ലാഹ് കൂട്ടിക്കാണ്ട് എഴുതിക്കണം. അത് എഴുതണം. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഉസ്താദുമാര് ചിലപ്പോ ഈ കിതാബാണ്ട് കൊടുന്നു വെക്കും. വായിച്ചാൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചു. ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാതെ വായിച്ചാല് സംഭവം മനസ്സിലായി. ഓതണ്ട പോലെ ഓതിട്ടില്ല. നമ്മളോട് അവിടെ ചോദിച്ചത് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടില്ലെങ്കില് ഓതണ്ട പോലെ ഓതിട്ടില്ല എന്ന് മനസ്സിലാകും. മനസ്സിലായ? കാരണം ഇതിൽ വെച്ച് കണ്ട് ഓതും. ചിലപ്പോ അൽഹംദുലില്ലാഹ് പറയാതെ ചിലപ്പോ ഉസ്താദുമാരും പെടും. ഓതി കൊടുക്കണ ഉസ്താദുമാരും ശ്രദ്ധിക്കാതെ പോകലുണ്ട്. ഇത് മാത്രം വെച്ചുകാണ്ട് ഇത് മുന്നിൽ വെച്ചുകാണ്ട് ഓതി കൊടുക്കുമ്പോ അവ അങ്ങനെ വായിച്ചു പോകും. എന്താ സംഭവിച്ചതെന്നുള്ള തിരിയാതാവും ചെയ്യും. ഇതിലുണ്ട്. അപ്പൊ എന്താ ഇപ്പൊ മുസൽമാന്റെ കൗലനുസരിച്ച് എന്ത് വന്ന് ആയത്ത് ഏതാ? രണ്ടും കൂടി ഒറ്റായത്തായി എണ്ണീന്ന് പറഞ്ഞു. അദ്ദ റസൂലുള്ള എണ്ണി രണ്ടിനും കൂടി ഒരായത്തായിട്ട് എണ്ണീത്. അപ്പൊ അൽഹംദുലില്ലാഹ് വേണം. വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആയത്തൻ അങ്ങനെ എണ്ണി. ഇപ്പൊ എന്തായി? ആദ്യത്തെ ഹദീസിൽ എന്ത് വന്ന്? ആദ്യത്തെ ഹദീസിൽ ബിസ്മി ആയത്തുൻ തമ്മത്താണെന്നാ വന്നത്. രണ്ടാമത്തെ മുസലമ ബീവിന്റെ കൗലി റസൂലുള്ളാഹി എണ്ണിയതായിട്ട് പറയുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ് കൂട്ടിക്കാണ്ട് ഒറ്റായത്തായിട്ട് എണ്ണിയതാണ്. ഇനി പറക്കി അജലിഹിന അജലിഹാന അജലിഹിമാന
ഇതിൽ അജലിഹി എന്നാണ് കാണുന്നത്, അതിൽ അജലിഹിമ എന്നാണ് കാണുന്നത്. അജലിഹിമയാണ് നല്ലത്, അതിലുള്ള തന്നെ ആയിക്കോട്ടെ. അജലിഹീനാകുമ്പോൾ നമുക്ക് ഒപ്പിച്ച ഈ രണ്ട് ഹദീസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഹദീസും ഭിന്നത വന്നതിന് വേണ്ടി. നിങ്ങൾ അൽഹംദുലില്ലാ അവിടെ പറഞ്ഞിട്ട് ഞങ്ങള് എന്ത് ഈ വേണ്ടി എന്താന്ന് തിരിയില്ല, ഇനി പറയാനുള്ളത് തിരിയില്ല. ഈ രണ്ട് ഹദീസും ഇങ്ങനെ ഒരു ഇഖ്തിലാഫ്, നജലിഹീനാണെങ്കിലും കുഴപ്പമില്ല. ഈ നജലി പറഞ്ഞാല് ഈ രണ്ട് ഹദീസ് ഇഖ്തിലാഫ് വന്നതിന് വേണ്ടി, ഇവിടെ രണ്ട് റിപ്പോർട്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ വന്നതിന് വേണ്ടി ഉഖ്തുലിഫ, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫാത്തിഹയിൽ പെട്ടതന്നെയാണ് ബിസ്മി എന്ന് പറയുന്നവർ വരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മള് ഫാത്തിഹ പെട്ടതാണെന്ന് പറയുമ്പോ തന്നെ എന്തുണ്ട്? നിശ്ചയം ബസ്മല ആയത്തും ബിറഅ്സിഹാ അം ബിമാ ബഅദഹ. ബസ്മല ബിറഅ്സിഹ ആയത്താണോ അല്ലെങ്കിൽ ആരോട് കൂടെയാണോ ആയത്ത്, ശേഷമുള്ളതിന് കൂടെയാണോ ആയത്ത് എന്നതിൽ ഇഖ്തിലാഫ് ഉണ്ട്. അത് മനസ്സിലായ? അതാണ് മനസ്സിലായത്. അപ്പൊ അവിടെ മറ്റേ അൽഹംദുലില്ലാ കട്ട് വായിക്കണേൽ കുടുങ്ങും. എന്തിനാ ഇപ്പോൾ ഇഖ്തിലാഫ് ആയതെന്ന്. ഇതെന്താ ഈ മിനജലിന്റെ മൈനെന്താ? മനസ്സിലായ? അപ്പൊ അത് കിതാബ് കയ്യിലേക്ക് തരുമ്പോ ആ കിതാബ് ഏതാണെന്ന് നോക്കിക്കാണ്ടി. അവിടെ നോക്കുമ്പോ അവിടെ അൽഹംദുലില്ലാ ഉണ്ടെന്ന് പറയാൻ കഴിയണം. വായിക്കുമ്പോ അവിടെ അങ്ങനെ വായിച്ചു കണ്ട് വഫലാന്റെ വായന വായിച്ചാൽ അവിടെ കുടുങ്ങും. മിനജലി എന്താന്ന് വെച്ചു. പിന്നെ മൂന്നാമത്തെ തെളിവെന്താ? വല്ലിജ്മാഉ മിൻഹാമാൻമതഫ. വല്ലിജ്മാഉ ഇജ്മാഉം തെളിവാണ്. അന്ന മാബൈന തഫ്ഫത്തൈനി കലാമുല്ലാഹി സുബ്ഹാനഹു. എന്തിന്റെ മേൽ ഇജ്മാഉ ഉണ്ട്? രണ്ട് ചട്ടന്റെ ഇടയിലുള്ള ഒന്ന് അല്ലാഹുവിന്റെ കലാമാണ് എന്ന ഇജ്മാഉം തെളിവാണ്. എന്നതും തെളിവാണ്. ഇതിനെ പറ്റി കൂടുതൽ നമുക്ക് അടുത്ത സത്തിൽ പറയാം. വായിച്ചു പോവാം. വേറെ തെളിവ് എത്ര? നാലാം തെളിവ് ഒറ്റ എല്ലാവരും ഒക്കല്, അതും തെളിവാണ്. സ്ഥിരപ്പെടുത്തലിന് മേല് മസാഹിഫ് മുസ്ഹഫുകളില് അവര് അമിതം കാണിക്കലോട് കൂടെ ഖുർആനെ തനിപ്പിക്കുന്നതിൽ, ഖുർആനിൽ ഇല്ലാത്തതൊന്നും അതിൽ വരാതെ പുള്ളി പോലും ഒന്നും എന്തായിട്ടില്ല, ഇട്ടിട്ടില്ല. നിബിധങ്ങൾ എങ്ങനെയാണ് എഴുതിയത് അപ്രകാരം അന്നൊക്കെ എഴുതിയത്. പുള്ളി പോലെ അർക്കത്ത് പോലെ അന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് സ്വഹാബികൾ 12,000 ഒരുമിച്ച് കൂട്ടിയിട്ട് ഇട്ടിട്ടില്ല. അപ്പൊ ബിസ്മിട്ടും ചെയ്ത്. അപ്പൊ അത് ഖുർആനിൽപ്പെട്ട തന്നെയല്ലേ. ഒരു വിഫാഖു സഹാബത്ത് ഏകോപിച്ചതും തെളിവാണ്. ബസ്മലയ എഴുതലിന്റെ മേല് സ്ഥിരപ്പെടുത്തലിന്റെ മേല് ഫിൽ മസാഹിഫി മുസ്ഹഫുകളിൽ മാൽ മുബാലഗത്ത് അവർ അമിതം കാണിച്ചിരുന്നു. ഖുർആനിനെ തനിപ്പിക്കുന്നതിൽ ആമീൻ ആമീൻ വരെ എഴുതപ്പെട്ടില്ല എന്നല്ല, അന്ന് പലരും എഴുതിയ മുസ്ഹഫ് കരിക്കാൻ വരെ പറഞ്ഞു. എന്തിനാ? ചിലപ്പോ അവരുടെ വകയായിട്ട് എന്തെങ്കിലും ശറഹോ എന്തെങ്കിലും വിവരണോ എന്തെങ്കിലുമൊക്കെ എഴുതിയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഖുർആനാന്ന് തെറ്റിദ്ധരിക്കണ്ട വെച്ചിട്ട് ഖുർആനിന്റെ ഏടില് ഒരു വാക്ക് പോലും എന്താകരുത്, എഴുതി കൊടുക്കരുത് എന്ന് വരെ അന്ന് അവർക്ക് നിയമം. ആമി വരെ അന്ന് എഴുതിയിട്ടില്ലായിരുന്നു. എന്നിട്ടും വിസ്മേരി അതെ അങ്ങനെ വരെ എഴുതാതിരിക്കലിന്റെ മേലെ അവർ ഏകോപിച്ചിരുന്നു. എന്നിട്ടും വിസ്മേരി. അപ്പൊ മനസ്സിലായി എന്ത്? വിസ്മേ ആയത്ത് ഖുർആനിൽ പെട്ട തന്നെയാണ് എന്നതാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഇവിടെ കൂടുതൽ വിവരണം ഒന്നുകൂടി നോക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് എന്തോന്ന് കിട്ടാണ്ടല്ല കൂഫ അൽ കൂഫ.